ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്പാർക്കിൾ ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വന്നത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് കമൻറ്റ് ബോക്സിൽ വന്ന കുറച്ച് ഡൗട്ട്സുകളുടെ ക്ലാരിഫിക്കേഷനായിട്ടാണ്. സോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാണ് കേട്ടോ. അപ്പം ആദ്യത്തെ ഡൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന കാര്യം തന്നെയാണ്, എല്ലാ വീഡിയോയിലും ഇത് തന്നെയാണ് ചോദിക്കുന്നത്. ചേച്ചി ഏത് ഏജൻസി ത്രൂ ആണ് വന്നത്, ജെനുവിൻ ആയിട്ടുള്ള ഏജൻസി എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, അതുപോലെ അക്കോമഡേഷൻ, ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു വീണ്ടും ഡൗട്ട്സുകളായിട്ട് പിന്നെയും വന്നുകൊണ്ടിരിക്കണേ. സോ അപ്പോൾ ദയവ് ചെയ്ത് എനിക്ക് ഇങ്ങനത്തെ കമൻറ്റ് ഇടുന്നവരോട് റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ എൻ്റെ ബാക്കി വീഡിയോസ് കാണണം. ഞാനിതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് അക്കോമഡേഷൻ, ഏജൻസി, അതുപോലെ സാലറി ബേസ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ദയവ് ചെയ്ത് അത് കാണണം എല്ലാവരും. അപ്പോൾ ഈ കാര്യങ്ങൾ ഇനി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ലാഗ് ചെയ്യിക്കുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ ഇനി ഏജൻസിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഏജൻസിയുടെ കാര്യങ്ങളും ആരെങ്കിലും എനിക്കൊന്ന് പേഴ്സണലി ഇൻസ്റ്റയിൽ DM ചെയ്താൽ മതി. ഇൻസ്റ്റ ID ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IGMH ഹോസ്പിറ്റലിലോട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഡൗട്ടിന് ക്ലാരിഫിക്കേഷൻ ഇത്രയേ ഉള്ളൂ. IGMH എന്നല്ല, മാൽദീവ്സിൽ ഏത് ഹോസ്പിറ്റലിലോട്ട് പോന്നാലും നമുക്ക് വിത്ത് ഫാമിലിയോടെ തന്നെ മൈഗ്രേറ്റ് ചെയ്യാം. അതിനങ്ങനെ ഇവിടെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം. അതല്ല കൂടെ കൊണ്ടുവരാനാണെങ്കിൽ നമുക്ക് ഏജൻസിക്ക് ത്രൂ നമുക്ക് പോരാം കേട്ടോ. അപ്പം ഈ വിസ പ്രോസസ്സിങ്, അതായത് ഡിപ്പെൻഡൻറ്റ് വിസയുടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാവുന്ന കുറേ പേര് കമൻറ്റ്സ് ഇടുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും എനിക്ക് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ലെറ്റ്സ് വെയിറ്റ്. ഓക്കെ. സോ അപ്പം ഫാമിലിയോടെ തന്നെ മൈഗ്രേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചോദിച്ചായിരുന്നു ചേച്ചി IGMH ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി അവേഴ്സ് എങ്ങനെയാണെന്നുള്ളത്. ഡ്യൂട്ടി അവേഴ്സിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിവേ ഞാൻ ഒന്നും കൂടെ പറയാം. IGMH ഹോസ്പിറ്റൽ അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മാൽദീവ്സിൻ്റെ ക്യാപിറ്റലായ മാലയിലാണ്. അറിയായിരിക്കും എല്ലാവർക്കും തന്നെ. അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് നല്ല തിരക്കാണ്, നല്ല തിരക്കുള്ള ഹോസ്പിറ്റലാണ്. ഡ്യൂട്ടിയൊക്കെ ഭയങ്കര പാടാണെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ പറഞ്ഞ് കേട്ട അറിവാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടെ 24 hour ആണ്, 8 hour ഷിഫ്റ്റാണ് വരിക. പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്നു ഓവർ ടൈം വരുമോ ചേച്ചി എന്ന് ചോദിച്ചായിരുന്നു. ഓവർ ടൈം ഡിപ്പെൻഡ്സ് അപ്പോൺ തിരക്കും അതുപോലെ സ്റ്റാഫ് ഷോർട്ടേജും ആയിരിക്കും. അങ്ങനെയാണ് അറിയാൻ സാധിച്ചത്. അപ്പം ഡ്യൂട്ടി അവേഴ്സിൻ്റെ കാര്യം ക്ലിയർ ആയി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനാണ് ചേച്ചി, വർക്ക് പെർമിറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ മാൽദീവ്സിലോട്ട് വരണം എന്നായിരുന്നു. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് പെർമിറ്റ് നമ്മുടെ കയ്യിൽ വൺസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 10 daysനുള്ളിൽ പോരണം എന്നാണ് നമുക്ക്, അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഞാനപ്പോൾ ഒരു ഏജൻസി ആയിട്ടും കൂടെ ഒന്നും കൂടെ കൺഫേം ചെയ്തു. അപ്പം അവരും അങ്ങനെ തന്നെയാണ്, വിത്തിൻ 10 daysനുള്ളിൽ നമ്മൾ കയറി പോരണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനൊരു വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് 6ാമത്തെ 7ാമത്തെ ദിവസമാണ് നാട്ടിൽ നിന്ന് കയറി പോകുന്നത് കേട്ടോ. അപ്പം അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് 2 year എക്സ്പീരിയൻസ് ഉണ്ട്, അതായത് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. നെക്സ്റ്റ് 3 year കെയറായിട്ടാണ് എക്സ്പീരിയൻസ് ഉള്ളത്. സോ അയാൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു എന്നോട് ചോദിച്ചിരുന്നത്. അപ്പം അങ്ങനെ നമുക്കിവിടെ അലൗഡ് അല്ല. എനിക്കും ഈ കാര്യത്തെ പറ്റി വലിയ അറിവില്ലായിരുന്നു, എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള. അപ്പം ഞാനതൊരു ഏജൻസി ആയിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഞാൻ പോകുന്ന ഏജൻസി ആയിട്ട് കൺഫേം ചെയ്ത്, അപ്പോൾ അവരുടെ ആൻസറാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് കെയറിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കിവിടെ ജോലി ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയണത്. അപ്പം അത് നമുക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് വേണം. പക്ഷേ ആ വ്യക്തിക്ക് വേണമെങ്കിൽ 2 year എക്സ്പീരിയൻസ് ആയിട്ട് ഇവർ ഓഫേഴ്സ് ഇടുന്നുണ്ടല്ലോ, ആ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്തിടാം കേട്ടോ. 2 year എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഞാനൊക്കെ അങ്ങനെയായിരുന്നു അപ്ലൈ ചെയ്തിട്ട്. അപ്പം അങ്ങനെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ അപ്പം നിങ്ങൾ ചോദിക്കും ഗ്യാപ്പ് വരുന്ന പ്രശ്നമാണെന്ന്. ഗ്യാപ്പ് വരുന്നതും ഒരു പ്രശ്നമാണ്. നമുക്ക് കണ്ടിന്യൂ 6 months എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇവർക്ക് കാണിക്കേണ്ടതാണ് നമ്മുടെ പ്രോസസ് ടൈമിൽ. അതിപ്പോൾ നിങ്ങൾ ഏത് ഏജൻസിയാണോ കോൺടാക്റ്റ് ചെയ്യുന്നത് അവരായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കുക. അവരെന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞു തരുമായിരിക്കും. ചിലപ്പോൾ അപ്ലൈ ചെയ്യുമായിരിക്കും, ചിലപ്പം റിജക്റ്റ് ആവുമായിരിക്കും.
അതുപോലെ തന്നെ കുറച്ച് കോംപ്ലിക്കേഷൻ പോലെ തോന്നിയ ഒരു ഡൗട്ടാണ്. ഒരാൾക്ക് 1.5 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്, അയാൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു. അപ്പം സെയിം ആൻസർ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. 2 ഇയർ ആണ് നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1.5 ഇയറോ 1 ഇയറോ ഇതുവരെ കേട്ടിട്ടില്ല. സോ അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇയാൾക്കൊരു ചോയ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ 1.5 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഉള്ളൊരു ചോയ്സ്, അയാളുടെ രജിസ്ട്രേഷൻ എന്നാണ് ചെയ്തതെന്ന് നോക്കുക. ആ രജിസ്ട്രേഷൻ തൊട്ട് 2 ഇയർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അത് മിനിസ്ട്രി അക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോൾ അത് റിജക്റ്റ് ആകും. അത് നമ്മുടെ ഒരു ലെക്ക് പോലെ ഇരിക്കും. അയാൾക്ക് അങ്ങനെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് മസ്റ്റായിട്ട് നോക്കുക കേട്ടോ. അപ്പം ഇത്രയൊക്കെ ആയിരുന്നു അത്യാവശ്യം വന്ന കുറച്ച് ഡൗട്ട്സുകൾ. പിന്നെ അതുപോലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്തിട്ടുണ്ട് കുറച്ച് പേര് തന്നെ, അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. എന്നാലും 2-3 ആൾക്കാരൊക്കെ ഞാൻ ചേച്ചിയുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്, നല്ല ഇൻഫോർമേറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ട് എനിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു. അതുപോലെ ഞങ്ങൾ അടുത്ത ദിവസം വരുന്നുണ്ട്, ചേച്ചി പറഞ്ഞ ഏജൻസി ത്രൂ ആണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് കമൻറ്റ് ഇട്ടതിലും ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചതിനും ഡയറക്റ്റായിട്ട് പറയാൻ തോന്നിയതിനും മനസ്സ് കാണിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം എൻ്റെ വീഡിയോസൊക്കെ കുറച്ച് പേരൊക്കെ കണ്ടിട്ട് അവർക്ക് കുറച്ച് ഹെൽപ്ഫുള്ളായെന്ന് കേൾക്കുമ്പോൾ ഒരു നല്ല സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും മാൽദീവ്സിലോട്ട് സ്വാഗതവും ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ നമുക്കിനി വി ക്യാൻ മീറ്റ് സൂൺ. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവരും കൂടുതൽ ചോദിച്ചിരിക്കുന്നതാണ് ഡിപ്പെൻഡൻറ്റ് വിസയുടെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാമോ എന്നുള്ളത്. അപ്പം ഞാൻ ഏജൻസി ത്രൂ ആയിരുന്നു അത് ചെയ്തത്. നമുക്ക് ഡയറക്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഞാനൊന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് കുറച്ച് ഡിലേ ആവുന്നത്. അപ്പം ഒരുപാട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനും അത് വൺസ് ഒന്ന് സിസ്റ്റത്തിൽ കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കിയിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഡിലേ ആവും, പക്ഷെ എന്നിരുന്നാലും താമസിച്ചാലും ഞാൻ നമ്മുടെ ഇത് പറഞ്ഞത് കൂട്ട് ലേറ്റ് ആവുന്നാലേ ലേറ്റസ്റ്റ് ആവുക എന്ന് പറഞ്ഞ പോലെ ഞാൻ ഉടനെ തന്നെ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പാടാണ് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. വീഡിയോസൊക്കെ ഡിലേ ആവുന്നതിന് എല്ലാവരും എന്നോട് ക്ഷമിക്കുക. പക്ഷേ ഞാൻ മാക്സിമം പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളാണ് എന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിലും ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞ് ബെല്ലും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ എൻ്റെ വരും വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.